ഹായ് ഹായ് ഞങ്ങളിപ്പോൾ കുറച്ച് കാലത്തിന് ശേഷമാണ് പുറത്തു പോകുന്നത്. ഞങ്ങൾ സ്വതവേ 4 ആളാണ് പോവുക. പക്ഷെ ഇന്ന് ഒരാൾക്ക് വയ്യ. അപ്പം എന്തായാലും ഞങ്ങൾ 3 ആൾ പോവാന്ന് വിചാരിച്ചിട്ടുണ്ടേനു. ഡെസ്റ്റിനേഷൻ ഒന്നും ഒരു പ്ലാനും ചെയ്യാണ്ട് എന്തായാലും സൗത്ത് ബീച്ചിലേക്ക് പോവാ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ കയറാം, അത്രയൊക്കെ വിചാരിച്ചിട്ടാണ് പോകുന്നത്. ഞങ്ങൾ പുറത്തു പോകുന്ന സമയത്ത് മിക്ക സമയത്തും എനിക്ക് വ്ളോഗ്സ് ഒന്നും എടുക്കാൻ പറ്റാറില്ല. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഓരോ കഥേൻ്റെ ഉള്ളിൽ കൂടെ വീഡിയോസും വ്ളോഗ്സും ഒക്കെ എടുക്കുന്ന കാര്യം വിട്ടു. മിക്ക സമയത്തും വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ലാസ്റ്റിലേക്കുള്ള ക്ലിപ്പൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ വ്ളോഗ് ആക്കലില്ല. പക്ഷെ ഇപ്രാവശ്യം പോയ സമയത്ത് ഞാൻ എന്തായാലും വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വലിയ വ്ളോഗൊന്നുമല്ല, ഞങ്ങൾ പോയ കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗ്. ഞങ്ങളെ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ അവിടേക്ക് നടന്ന്, കൂടെ ആളുള്ളപ്പോൾ വലിയ ദൂരമൊന്നും അറിയില്ലല്ലോ. ഞങ്ങള് ബസ് കയറി ബോട്ടിലിറങ്ങി, പിന്നെ കുറച്ച് ഇടയിൽ കൂടെ ഒക്കെ നടന്നു പോകാനുണ്ട്. ബീച്ച് എത്തുന്നതിന്റെ തൊട്ട് മുന്നെയാണ് അലിക്കാന്റെ പിസ്ത കട. ഇതിന്റെ മുന്നേ പ്രിയന്റെ കൂടെ പോയ സമയത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും ഞാൻ പിസ്ത വാങ്ങി കുടിക്കലുണ്ട്. ഭയങ്കര വേർത്തുമാണ്. അതേമാതിരി തന്നെ നടന്ന് ക്ഷീണിച്ചുകൊണ്ട് ഞങ്ങൾ പിന്നെ അത് കുടിച്ചു. ഫസ്റ്റ് സ്പോട്ട് വിചാരിച്ചത് ഗുദാമേനും. പക്ഷേ ഇപ്പം ഗുദാമിന്റെ ഒരു പ്രൈസ് ലിസ്റ്റ് പറയുന്നത് കുറച്ച് ഇതായോണ്ട് ഞങ്ങൾ അവിടെ കയറിയില്ല. ഞങ്ങൾ ഇതിന് മുന്നേ ഒരു 5-6 പ്രാവശ്യം തന്നെ ഗുദാമിലേക്കായിട്ട് പോയിട്ടുമുണ്ട്. അപ്പൊ ഇന്ന് ഞങ്ങള് വേറെ എവിടെയെങ്കിലും പോവാന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ കുറച്ചു നേരം തപ്പിയതിനു ശേഷം ഒരു സ്പോട്ട് കണ്ട് ഞങ്ങൾ അവിടെ പ്രതീക്ഷിക്കാണ്ട് ഞങ്ങൾ അതിന്റെ ഉള്ളിൽ എത്തിയതാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവിടേക്ക് കയറിയത് വെറുതെ പോയി നോക്കാന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അതിന്റെ ഉള്ളിലുള്ളൊരു ചേച്ചി പറഞ്ഞ് ഇപ്പൊ അവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളോട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ ഒരു 1/4 മണിക്കൂറിനടുത്ത് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ പോയി. എനിക്ക് അവിടെ 5 മിനിറ്റ് ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുള്ളൂ. പെയ്ഡ് ആണെങ്കിൽ കുറച്ചു നേരം കൂടെ കിട്ടും. അങ്ങനെയൊക്കെ കിട്ടിയ ഒരു ഫോട്ടോസ് കാണിച്ചു തരാം. ഗുദാമിൽ കയറാൻ പറ്റാവുന്നത് ഞങ്ങൾക്ക് എന്തോ പോലെ ആയിണ്ടെങ്കിലും ഇവിടുത്തെ സ്പോട്ട് കിട്ടിയപ്പോഴത്തേക്ക് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ എന്റെ ഈ യെല്ലോ ഡ്രസ്സും യെല്ലോ ബാക്ക്ഗ്രൗണ്ടും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. ഞങ്ങൾ 3 ആൾ മാത്രമേ അതിനുള്ളിൽ അപ്പുള്ളേനു. അതേമാതിരി തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ടും ഫോട്ടോ എടുക്കാൻ പറ്റി. അങ്ങനെ ഒരു ചെറിയ കാര്യത്തിനും ഡിസ്കംഫർട്ട് ആവുന്നത് അവിടെ ഇല്ലേനു. ഫ്രീ ആയിട്ടും കാമായിട്ടും തോന്നി. പിന്നെ വന്നത് തന്നെ ഞങ്ങളായിരിക്കും ഇന്നലെ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുത്തിട്ടുണ്ടാവുക. കുറേ നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അത്യാവശ്യം കുറേ നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടേനു അതുകൊണ്ട് തന്നെ ഒരു കുറേ നേരം ഫോട്ടോ എടുക്കാനും സമ്മതിച്ച്. വിചാരിക്കാണ്ട് പ്രതീക്ഷിക്കാണ്ട് കുറെ ഫോട്ടോസും കിട്ടി. ഇതാരാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ഗായത്രി. ഇവരെന്റെ കസിനാണ്, എന്റെ ഇബറാണ്. ഞങ്ങളിൽ കുറെ റിലേഷൻസ് ഉണ്ട്. എങ്ങനെയാ വെച്ചാല് ഞങ്ങള് ജൂനിയർ സീനിയർ ഏനും. ഞങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, സിസ്റ്റേഴ്സ് ആണ്, അതേമാതിരി റിലേറ്റീവ്സ് ആണ്. എനിക്കൊരു സിസ്റ്ററും ഗായത്രിക്ക് ഒരു സിസ്റ്ററും ആണ്. അപ്പൊ ഞങ്ങൾ പ്ലാൻ ചെയ്യും, എന്നിട്ട് ഇവരെയും കൂട്ടി പോകും. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി എന്ത് ചെയ്യണമെന്ന് ഇനി വേണം തീരുമാനിക്കാന്. അപ്പൊ ഞങ്ങൾ ബീച്ചിന്റെ അവിടേക്ക് പോയി നിന്ന്. ഇന്നാണെങ്കിൽ ഭയങ്കര വെയിലാണ്. മഴ പെയ്യല്ലേന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ഭയങ്കര വെയിലായിരിക്കും. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഒരു തീരുമാനം എടുത്ത് ഫുഡ് കഴിക്കാൻ പോവാം. പക്ഷേ മന്തി സ്പോട്ട് എവിടെയില്ല. അവിടുന്ന് ഞങ്ങൾ നടന്ന് അങ്ങനെ കുറ്റിച്ചിറ വരെ എത്തി അവിടുത്തെ ഒരു സ്പോട്ടിൽ നിന്ന് ബീഫ് ബിരിയാണി കഴിച്ചു. ഇവിടെ ഞങ്ങൾ ഇതിന് മുന്നേ വന്നിട്ടുണ്ടെങ്കിലും കുറെ നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇന്ന് ഞങ്ങളൊരു 3-4 മണിക്കൂർ അവിടെ തന്നെ ഇരുന്ന് കുറെ കഥയൊക്കെ പറഞ്ഞ് ഇതിലൊന്ന് താന്നിട്ട് ബീച്ചിലേക്ക് പോവാന്നായി. ഞങ്ങൾക്ക് ചിലപ്പോൾ പറഞ്ഞ കാര്യം തന്നെ ഉണ്ടാവാ. പക്ഷെ ഒരിക്കലും ഞങ്ങൾ അതിൽ ബോറടിക്കാറില്ല. 4 പേരുടെ ഇടയിലും ടോപ്പിക്കിന് അങ്ങനെ ക്ഷാമം വരാറില്ല. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഒരു കല്യാണത്തിന് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫ്രണ്ട്സ് ഉണ്ടെങ്കിലേ പോകൂ. ആ ഒരു ടൈപ്പ് പീപ്പിൾസ് ആണ് ഇവര് പോയില്ലെങ്കിൽ ഞങ്ങളും പോല, ഞങ്ങൾ പോയില്ലെങ്കിൽ ഇവരും പോകും. പിന്നെ ഞങ്ങള് വെയിലൊക്കെ കുറച്ച് താഴ്ന്നപ്പോ ബീച്ചിലേക്ക് പോവാന്ന് വിചാരിച്ച്. എന്നാലും കുഴപ്പമില്ലാണ്ട് കുറച്ച് വെയിലുണ്ട്. പക്ഷെ ഇറ്റ്സ് ഓക്കെ. അവിടെ എത്തുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് താവുണ്ടാവും വിചാരിച്ചിരുന്നു. ഞങ്ങൾ മിററൊന്നും കണ്ടാൽ വിടാറില്ല. കാരണം എന്താ വെച്ചാല് അവിടെ ഇവിടെയൊക്കെ ഞങ്ങൾ പോയിന്ന് വീഡിയോയും ഫോട്ടോ എടുത്തിട്ടേ വരുള്ളൂ. വീഡിയോ എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നതൊക്കെ കുറെ യൂട്യൂബേഴ്സ് ഇട്ടിട്ടുണ്ടാവും. ഇതൊക്കെ ഒന്ന് നോക്കി നോക്കുക. സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരുന്നതൊക്കെ ഉണ്ടാവും. വ്ളോഗ്സ് ഒക്കെ കാണുന്ന സമയത്ത് ഡിസ്ക്രിപ്ഷൻ കൂടി ഒന്ന് നോക്കാം. വ്ളോഗ്സിന്റെ ടൈറ്റിലിന്റെ അവിടെ തൊട്ട് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ വരും. അതിന്റെ അകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാവും. ഒന്ന് ചെക്ക് ചെയ്യുക എപ്പം വ്ളോഗ്സ് കാണുകയാണെങ്കിലും. അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്കൊക്കെ എത്തി. അത്യാവശ്യം നല്ല ചൂടുണ്ട്. പക്ഷേ സൂര്യനും മേഘങ്ങളൊന്നും ഇല്ല. എനിക്കാണെങ്കിൽ ഈ സൗത്ത് ബീച്ച് സൈഡിലുള്ള ബീച്ച് അധികം ഇഷ്ടമല്ല. അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓടി കളിക്കാനും ഇവിടെ മുതൽ അവിടെ വരെ നടക്കൂട്ട് തിരിച്ചിങ്ങോട്ട് നടക്കൂ. അങ്ങനെ അത്യാവശ്യം കുറേ നേരം അവിടെ നിന്ന് തന്നെ തിരിഞ്ഞു കളിച്ച്. ജേർണലിംഗ് സീരീസ് ഞാൻ എന്തായാലും പിന്നെ കണ്ടിന്യൂ ചെയ്യും. വീഡിയോസ് ഞാനിപ്പോ എടുത്ത് വെക്കലില്ല. അതാണ് പ്രശ്നം പറ്റിയത്. നിങ്ങൾ എല്ലാവരും കമന്റ്സ് ഞാൻ കാണുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഞാനില്ലേ ഇതുവരെ ഈ സോളോ ഡേറ്റിനൊന്നും പോയിട്ടില്ല. ഇന്നലെ ബീച്ചിൽ പോയപ്പോഴാണെങ്കിൽ ഫുൾ ആൾക്കാർ ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ വന്ന് ഓരോ ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്കും ഒറ്റയ്ക്ക് പോകണമെന്നുണ്ട്. കേട്ടിച്ചുകൊണ്ട് ഈ ഒറ്റയ്ക്കൊക്കെ പോയി ഫുഡ് കഴിക്കുന്നത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഒറ്റ പ്രാവശ്യം പോയി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നമ്മൾ അങ്ങനെ പോവുള്ളൂ എന്നൊക്കെ. പക്ഷെ എനിക്ക് അങ്ങനെ പറ്റുന്നില്ല. ട്രൈ ഇറ്റ്. ഒരു വ്ളോഗ് അങ്ങനെ ഇടണം, സോളോ ഡേറ്റ് പറഞ്ഞിട്ട് നടക്കുവയ്ക്കും. പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് വന്ന അതേ വഴിക്കൂടെ തിരിച്ചു പോവാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ 60 ഉറുപ്പ്യ ലാഭിക്കാൻ വേണ്ടിട്ട് 100 ഉറുപ്പ്യേനെ നടത്തുന്നുണ്ട്. പക്ഷെ വഴി അറിയുന്നോണ്ട് ഇതാണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നി. വലിയ ബസാറിൽ എനിക്ക്
ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ ബിൽഡിങ്സ് ആണ്. ഇപ്പോൾ ഗുജറാത്തി സ്ട്രീറ്റിലാണെങ്കിലും ഈ ബിൽഡിങ്സിന്റെ ഒക്കെ സ്റ്റൈല് പറയുന്നത് ഭയങ്കര ഓൾഡ് സ്റ്റൈലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേമാതിരി തന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഒരു കാര്യം കൂടി വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. അപ്പോഴേക്ക് ബസ് ഞങ്ങൾ മുന്നിലെത്തി. ഞങ്ങളെ വീട്ടിന്റെ അവിടെ ഇറങ്ങാൻ പറ്റിയ ബസ്സാണ്. അതുകൊണ്ട് അതിൽ കയറിയപ്പോൾ എണീച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ഒരു പോയി. ഞാനാണെങ്കിൽ നല്ലൊരു ഉറക്കം ഇറങ്ങി എണീച്ചിക്ക്. പിന്നെ ഞങ്ങൾ ഇറങ്ങിയത് വേറൊരു സ്റ്റോപ്പിലേനു. പിന്നെ ഞങ്ങൾ ഒരു സ്റ്റോപ്പ് ബാക്കിലേക്ക് നടന്നിട്ട് ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചു. ഞാൻ അവിടെ നിന്ന് ഒരു ചായയും ഒരു കടിയും കഴിച്ചു. ശരിക്കും ആ കടീന്റെ ആവശ്യമില്ലേനും, വയറൊക്കെ നല്ല ഫുള്ളാണ്. എപ്പം പൊരിച്ച സാധനങ്ങളൊക്കെ വാങ്ങുകയാണെങ്കിലും ഈ മാമന്റെ പീടിയിൽ നിന്നാണ് വാങ്ങുക. നല്ല ചൂട് ചൂട് ചായ ആയിരുന്നു. പിന്നെ ഞങ്ങളിനി തിരിച്ച് വീട്ടിലേക്ക് ഒരു 6-6:30 സമയമൊക്കെ ആയി ഉണ്ടാവും. ഇന്ന് ഞങ്ങൾ ശരിക്കും ഭയങ്കര നേരത്തെയാണ്. അപ്പൊ ഈ വ്ലോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. ബൈ.